അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസസ് ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഉരുളി എടുത്ത് വെക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഉലുവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി എണ്ണയിൽ കിടന്ന് നമ്മുടെ വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളകും കൂടി ഒന്ന് ഫ്രൈ ആയി വരണം. ആവശ്യത്തിന് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.